ചോദിച്ചാണ്. നമ്മൾ പൊതുജനങ്ങൾ ചോദിക്കുന്ന ഒന്ന് രണ്ട് ചോദ്യങ്ങളാണ് നമ്മൾ ആരംഭത്തിൽ പറഞ്ഞത്. എല്ലാവരും പറയും ദൈവമഹത്വം കാണുമെന്ന്, എന്നാൽ പലർക്കും ആ മഹത്വം കാണാത്ത അവസ്ഥയാണ്. ആമേൻ. അത് എങ്ങനെ കാണുവാൻ സാധിക്കും എന്നുള്ളതാണ്. ഒന്ന്, ദൈവമഹത്വം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇന്ന് അനേകര് വലിയ വലിയ പ്രാസംഗികര് ഈ ലോകത്തിലുണ്ട്. ഞാൻ ഇന്നൊരു പ്രസംഗം കേൾക്കാനിടയായി. ഒരു പ്രസിദ്ധനായിട്ടുള്ള ഒരു ദൈവദാസനാണ്, ലോകം മുഴുവനും അറിയാവുന്ന ഒരു ദൈവദാസൻ, ഒരുപാട് വചന പാണ്ഡിത്യമുള്ള ദൈവദാസൻ. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം നമ്മുടെ സുജൻ ബ്രദർ എനിക്ക് അയച്ചു തന്നു. അപ്പം ഞാൻ ഉദ്ദേശിച്ചു ഏതാണ്ട് കാര്യമുണ്ടല്ലോ ഉദ്ദേശിച്ചു. അന്നേരം അദ്ദേഹം ഇട്ടിരുന്നത്, ക്യാപ്ഷൻ ഇട്ടിരിക്കുന്നത്, ഈ നമ്മുടെ ആയുസ്സിൽ തന്നെ ലോകാവസാനം, ക്യാപ്ഷൻ. അതൊന്നും കേൾക്കണമല്ലോ ഉദ്ദേശിച്ചു. കേൾക്കാൻ തുടങ്ങിയ ഉടനെ ദാനിയേലിന്റെ പ്രവചനം 2-ാം അധ്യായത്തിൽ നിന്ന്, ഈ രാജാക്കന്മാരുടെ കാലത്ത് യഹോവയായ ദൈവം ഒരു രാജ്യത്തെ സ്ഥാപിക്കും, അത് മറ്റൊരു ജാതിക്ക് വിട്ടുകൊടുക്കത്തില്ല എന്നുള്ള വാക്യം വായിച്ചിട്ട് പുള്ളി തുടങ്ങി. അപ്പം ഞാൻ ഉദ്ദേശിച്ചത് രാജാക്കന്മാരുടെ കാര്യമല്ലേ പറയുന്നത്, അപ്പം രാജ്യത്വത്തെ കുറിച്ചല്ലേ പറയുന്നത്, അപ്പം ഈ നമുക്ക് കേൾക്കാൻ പറ്റുകയാണല്ലോ ഉദ്ദേശിച്ചിട്ട് ഞാൻ 2 മണിക്കൂർ തിരിച്ചും മറിച്ചും അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടു. ഇദ്ദേഹം എന്ത് ചെയ്തെന്ന് നോക്കിയിട്ട്, കർത്താൻദാസനെ ഇങ്ങോട്ട് നോക്കിയേ, നമ്മളൊരു കാര്യം ആഗ്രഹിച്ചിട്ടാണ് കേൾക്കാൻ നിന്നത്, ആണോ അല്ലയോ? അതെ. നമ്മൾ സമയം ചെലവഴിക്കുന്നതല്ലയോ? അതെ. ഇപ്പം കർത്താവിൻ്റെ ദാസനിൽ കേൾക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചിട്ട്, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള, അല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞ രീതിയിലുള്ള ഒരു കാര്യവും പറയുന്നില്ല. പിന്നെ വലിയ തത്വജ്ഞാനവും കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്താ പ്രയോജനമുള്ളത്? നെബൂഖദ്നേസർ അവിടെ ബാബേൽ കോട്ട പണിതതും, കോട്ടയുടെ മേളിൽ കൂടെ ഇത്ര രഥങ്ങൾ പോകുമായിരുന്നെന്നും, അതെങ്ങനെയായിരുന്നു ഇത്ര മനോഹരമായിട്ട് തീർച്ച കോട്ടയും, അതിനെക്കുറിച്ചൊക്കെ കേട്ടുകൊണ്ടിരുന്നാൽ എന്താ പ്രയോജനം? ചരിത്രങ്ങളെക്കുറിച്ച് ഈ ചരിത്രം കേൾക്കാനായിരുന്നു ഞാൻ ഇത്രയും സമയം ചെലവഴിച്ചതാണ്. എൻ്റെ സമയത്തിന് വാല്യൂ ഇല്ലയോ? തീർച്ചയായിട്ടും. അപ്പം നീ പറയുന്ന വാക്കുകൾ മനുഷ്യർക്ക് പ്രയോജനമില്ല എന്നുണ്ടെങ്കിൽ മനുഷ്യ, നീ എന്തിനാണ് മറ്റുള്ളവരുടെ സമയം വേസ്റ്റ് ചെയ്യുന്നത്? അതുകൊണ്ട് കർത്താവിൻ്റെ ദാസൻ ചോദിച്ച, അല്ലെന്നുണ്ടെങ്കിൽ ജനം ചോദിക്കുന്ന ഒരു ചോദ്യം കർത്താവിൻ്റെ ദാസൻ എന്നോട് ചോദിച്ചതിന് ശരിയാവണ്ണം ഞാൻ മറുപടി പറയാതെ ലോകം മുഴുവനും ചുറ്റിയ വല്ല പ്രയോജനം ഉണ്ടാകുമോ? ഇല്ല. അപ്പം നമ്മളെ കേൾക്കുന്നവര് ചോദ്യത്തിന് മറുപടി മനസ്സിലാക്കണം. എന്തുകൊണ്ട് ഞാൻ കാണുന്നില്ല? അപ്പൊ ദൈവമഹത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് ആദ്യം തന്നെ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. ഞാൻ ആദ്യം ചിന്തിച്ചത് എന്താണ്, പഴയ നിയമത്തിൽ കാണുന്നുണ്ട്, ദേവാലയത്തിൽ പൂഹ കൊണ്ട് നിറഞ്ഞു, ദൈവത്തിന്റെ മഹത്വം കാരണം അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല, അവർക്ക് ശുശ്രൂഷിക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെ വായിക്കുന്നുണ്ട്. ദൈവമഹത്വം ഇറങ്ങിയപ്പോൾ അവിടെ മനുഷ്യർക്ക് നിൽക്കാൻ പറ്റുന്നില്ല ആ ദൈവ സാന്നിധ്യത്തിൽ. അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര തീ പോലെയുള്ള ഇതൊക്കെ അനുഭവങ്ങളൊക്കെ പഴയ നിയമത്തിനകത്ത് കാണുന്നുണ്ട്. എന്നാൽ പുതിയ നിയമത്തിൽ ഇതൊന്നും എന്ത് ചെയ്യുന്നില്ല, കാണുന്നില്ല. നമുക്ക് ഒരു വാക്യം ഒന്ന് വായിക്കാം ആദ്യം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 17-18 വാക്യം ഒന്ന് വായിച്ചാണ്. ആദ്യം 14-ാമത്തെ വാക്യം ഒന്ന് വായിച്ച. 14-ാമത്തെ വാക്യം. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങളുടെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ് കണ്ടു. അപ്പം അവര് കണ്ടു. പക്ഷെ എന്നുണ്ടെങ്കിൽ നമ്മളോട് പറയുന്നത് ഞങ്ങൾ കണ്ടു എന്നാണ് പറയുന്നത്, ആണോ അല്ലയോ? അതെ. എന്നിട്ട് നമുക്ക് കാണാൻ എന്താ പറ്റാത്തത്? അപ്പൊ നമ്മൾ ആദ്യം തന്നെ ആ വചനത്തിന്റെ അർത്ഥം മനസ്സിലാക്കണം. വചനമാണ് ജഡമായി തീർന്നത്. ഇപ്പൊ ജഡമായിട്ടുള്ള വചനമല്ല നമ്മുടെ മുന്നിലുള്ള വചനം, വചനമായിട്ട് ലോഗോസ് ആയിട്ടാണ് നമ്മുടെ മുന്നിലുള്ള, ആണോ അല്ലയോ? അതെ. അതെ. അപ്പം ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ആരോടുകൂടിയായിരുന്നു? ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോ നമ്മൾ ദൈവവചനം വായിക്കുന്ന ഉടനെ ഇങ്ങനെ നോക്കണം, ആ വചനമാണ് ജഡമായി തീർന്നത്,
കൃപയും സത്യവും നിറഞ്ഞവനായി ആരുടെ ഇടയിൽ പാർത്തു? അന്ന് അവരുടെ ഇടയിൽ പാർത്തെന്നുണ്ടെങ്കിൽ ഇന്ന് ഈ കൃപയും സത്യവും എന്തായിട്ടാണ് നിൽക്കുന്നത്? നമ്മുടെ അടുക്കൽ വചനമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോ ഈ വചനം വായിക്കുന്ന ഉടനെ, ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, ഈ വചനം വായിക്കുന്ന ഉടനെ നമ്മൾ എന്ത് കാണണം? ദൈവ മഹത്വം കാണണം. അത് കാണേണ്ടത് നമ്മുടെ ഈ കണ്ണുകൊണ്ടല്ല, ഈ മനസ്സുകൊണ്ടുമല്ല. നമ്മുടെ അകത്തെ, എൻ്റെ അകത്തിരിക്കുന്ന ഒരു മനുഷ്യനുണ്ട്, അവന്റെ പേരാണ് മോനച്ചൻ, അല്ലേ? ഓക്കെ. ഈ കണ്ണുകൊണ്ട് ഞാൻ ബൈബിള് 7 പ്രാവശ്യം വായിച്ചായിരുന്നു. എപ്പോഴാണെന്നറിയാമോ? യാക്കോബായിലെ കണ്ണുകൊണ്ട്, യാക്കോബാക്കാരനായിരുന്നപ്പം. അപ്പൊ എനിക്കൊന്നും കാണാൻ പറ്റിയില്ല. കണ്ടത് മുഴുവനും എന്താ പറയുന്നത് അറിയാമോ? യാക്കോബായിലെ കാര്യങ്ങളാണ് മുഴുവനും കണ്ടത്. അതിനകത്തിലെ കുർബാന കണ്ടു, അതിനകത്തിലെ അച്ഛന്മാരെ കണ്ടു, അതിനകത്തിലെ തിരുമേനിമാരെ കണ്ടു, അതിനകത്തിലെ പ്രാർത്ഥനകളൊക്കെ ഞാൻ കണ്ടു. എന്താ ഞാൻ കണ്ടത് മുഴുവനും? അതിനകത്തിലെ കണ്ടു. അത് കഴിഞ്ഞ് കത്തോലിക്കനാണെന്നുണ്ടെങ്കിൽ അവൻ എന്തോ കാണും? അവന്റെ രീതി കാണും. അല്ല വല്ലതും ഉണ്ടോ? ഇപ്പം നമ്മള് പെന്തക്കോസ്ത് വന്നു, ദൈവഭാഗത്ത് വന്നു. അന്നേരവും ഞാൻ കാണേണ്ടത് എങ്ങനെയാണെന്നറിയാമോ? പെന്തക്കോസ്തിലെ കണ്ണുകൊണ്ട് ഇപ്പൊ കുറ്റവും കുറവും കണ്ടുകൊണ്ടിരിക്കുന്ന കാലമാണ്, ആണോ അല്ലയോ? അപ്പൊ ആ കണ്ണുകൊണ്ട് നമ്മൾ വായിച്ചാൽ നമുക്ക് ഒരു വസ്തുവും മനസ്സിലാകത്തില്ല, നമുക്ക് ഈ ദൈവമഹത്വം കാണാനും പറ്റത്തില്ല. അപ്പൊ ദൈവമഹത്വം കാണണമെന്ന് ആഗ്രഹിക്കുന്നവര്, കർത്താവെ നിന്റെ മഹത്വം എനിക്ക് വെളിപ്പെടുത്തി തരണം. എന്ത് ചെയ്തു തരണം? വെളിപ്പെടുത്തി തരണം എന്ന പ്രാർത്ഥനയോട്, ഞാൻ ഇതിനു മുമ്പ് ഒരിക്കലും ദൈവവചനം വായിച്ചിട്ടില്ല, ഇതിനു മുമ്പ് ഞാൻ ഈ വചനം കണ്ടിട്ടേ ഇല്ല. ആ രീതിയിൽ വായിച്ചാൽ നമുക്ക് എന്താ കാണാൻ പറ്റും? ഈ ദൈവത്തിന്റെ പ്രവൃത്തിയും ദൈവത്തിന്റെ മഹത്വവും കാണാനായിട്ട് പറ്റും. അതിന്റെ 17ഉം 18ഉം ഒന്ന് വായിച്ചേട്ടാ. ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശുക്രിസ്തു. സോറി, 16 ചേർത്ത് വായിച്ചേട്ടാ. 16 ചേർത്ത്. നിറവിൽ നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രന് അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഓക്കെ. ഇനിയും നോക്കണം, അവന്റെ നിറവിൽ നിന്ന്, ആരുടെ നിറവിൽ നിന്ന? യേശുവിന്റെ നിറവിൽ നിന്ന് എല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. സെരുബ്ബാബേലിന് കൃപ ലഭിച്ചു. മറിയയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. പൗലോസിന് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നമുക്ക് കാണാൻ പറ്റാത്തത് എന്താ? പൗലോസ് ദൈവത്തോട് പ്രാർത്ഥിച്ചു, പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തില്ല. എന്റെ കൃപ എനിക്ക് മതിയെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ആ കൃപയ്ക്ക് എത്ര വാല്യൂ കൊടുത്തു? നമ്മൾ എത്ര വാല്യൂ കൊടുത്തു? ഈ പറഞ്ഞ ഉപദേശം എത്ര വാല്യൂ കൊടുത്തു? പറഞ്ഞേ, എന്തെങ്കിലും വാല്യൂ കൊടുത്തോ? ഒരു വാല്യൂ കൊടുത്തില്ല. അപ്പൊ പിന്നെ ആ കൃപയുടെ മാഹാത്മ്യം കാണാൻ പറ്റുമോ നമുക്ക്? നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചപ്പോൾ, ഈ സർവ്വലോകവും വെള്ളത്താൽ നശിച്ചപ്പോൾ, ആ കൃപ കാരണം നോഹയും കുടുംബം ആ നാശത്തിന്റെ മുകളിൽ നിന്നു. ആണോ അല്ലയോ? നാശത്തിന്റെ മുകളിൽ നിന്നു. സെരുബ്ബാബേലിന് കൃപ ലഭിച്ചപ്പോൾ അവന്റെ മുന്നിലുള്ള മഹാപർവ്വതങ്ങൾ സമഭൂമിയായി മാറി, കൃപ കാരണം. ആണോ അല്ലയോ? 14 വയസ്സുള്ള 14, 15, 16 യൗവനക്കാരത്തിയായിരിക്കുന്ന ഒരു പെൺകൊച്ചിന് ദൈവത്തിന്റെ കൃപ ലഭിച്ചപ്പോൾ അവൾ ഭർത്താവില്ലാതെ ഗർഭിണിയായി എന്നുള്ളതിന് ഇന്നത്തെ ലോകം അന്നേലും കല്ലെറിയത്തില്ലയോ? അന്നത്തെ ലോകം കല്ലെറിയാതെ അതിനകത്തുനിന്ന് രക്ഷപ്പെട്ടത് അവർ ദൈവത്തിന്റെ കൃപയായിരുന്നു. പൗലോസ് പറയുന്നു, അവന്റെ കൃപ എന്റെ മേൽ വ്യാപരിച്ചിരിക്കേണ്ടതിന് അവന്റെ ശക്തി. അതൊന്ന് വായിച്ചാട്ടെ. 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. അല്ല, 7 അല്ല,
അതുകൊണ്ട് 8-ാമത്തെ വാക്യം 9-ാമത്തെ വാക്യം, സോറി, 12-ാണോ? 12-ന്റെ 9-ാമത്തെ വാക്യം, 2 കൊരിന്ത്യർ. അവൻ എന്നോട് എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തിരിഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതയിൽ പ്രശംസിക്കും. കണ്ടോ, പൗലോസിന് ദൈവത്തിന്റെ കൃപ മതി എന്നാ പറഞ്ഞത്. പൗലോസിന്റെ രോഗത്തിന് സൗഖ്യം കൊടുത്തില്ല, പൗലോസിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തില്ല. എന്ത് വാല്യൂ കൊടുത്തു നമ്മൾ ആ കൃപയ്ക്ക്? എന്തെങ്കിലും വാല്യൂ പ്രസംഗിക്കുന്നു ഉപദേശിച്ചു കൊടുത്തോ? കേട്ട ജനം കൊടുത്തോ? ഇല്ല. ആരെങ്കിലും കൊടുത്തോ? കർത്താനാഥനും പറഞ്ഞു, ആരെങ്കിലും വാല്യൂ കൊടുത്തോ? ഇല്ല. പിന്നെ നമ്മൾ വാല്യൂ കൊടുക്കാതെ നമ്മൾ ആ കൃപയുടെ മഹാത്മ്യം എങ്ങനെ മനസ്സിലാക്കുന്നു? നമ്മൾ എന്തെങ്കിലും വാല്യൂ കേട്ടതിന് വാല്യൂ കൊടുത്തെങ്കിലല്ലാതെ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും അതിനെ കാണാൻ പറ്റുമോ? ഓക്കെ, ഞാൻ പറയട്ടെ. അതിനകത്ത് തന്നെ ഈ ചില മനുഷ്യർ പറയാറുണ്ട്, പൗലോസ് ഇങ്ങനെ ഇങ്ങനെ ഇരുന്നവനായിരുന്നു, വളഞ്ഞിരുന്നവനായിരുന്നു, എന്ന് നടന്നുകൊണ്ടിരുന്നു, പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇങ്ങനെ കവച്ചിരിക്കുകയായിരുന്നു കാല്. ഞാൻ കേട്ടെ. അപ്പൊ ഈ കവച്ചിരിക്കുന്ന കാലം കൊണ്ട് ഇങ്ങനെ കണേന്ന് നടന്നോ അവിടെ ദേശം മുഴുവൻ ഓടി നടന്ന് ക്രിസ്ത്യാനികളെ മുഴുവൻ മുടിപ്പിക്കുകയും ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചുകൊണ്ട് നടന്ന് അന്നേരമായിരുന്നു ആ മനുഷ്യനെ കൊണ്ട് പറ്റുമായിരുന്നു? പറഞ്ഞ ആള് കണ്ടിട്ടാന്ന് പറയുന്നത്. ഈ പറയുന്ന വ്യക്തിയെ കണ്ടിട്ടാന്ന് പറയുന്നത്. അല്ല, അവന്മാർ ഈ പറയുന്നവന്മാർ എന്നോട് പറയട്ടെ, ഈ ലോകം മുഴുവൻ ഓടി നടന്ന് ഈ മനുഷ്യനെ കൊല്ലിക്കുകയും മനുഷ്യനെ പീഡിപ്പിക്കുകയും ചെയ്യാനായിട്ട് ഇത്ര ആരോഗ്യം എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്? ഇങ്ങനെയുള്ള നടക്കുന്നതിന് പറ്റുമായിരുന്നോ? കണ്ണുന്തി നിൽക്കുമായിരുന്നു. കണ്ണുന്തി നിൽക്കുന്നവനെ കൊണ്ട് പറ്റുമായിരുന്നോ? ഇല്ല. ഈ വചനത്തിനകത്ത് എന്താ എഴുതിയിരിക്കുന്നതെന്ന് നോക്കണം. അതിനകത്ത് എഴുതിയിരിക്കുന്നത്, വെളിപ്പാടുകളുടെ ആധിക്യത്താൽ അതിയായി നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് ജഡത്തിനൊരു ശൂലം തന്നിരിക്കുന്നു, ആ എന്നെ കുത്തുവാൻ സാത്താനുള്ളതിന് അത് നീങ്ങിപ്പോകേണ്ടതിന്. എന്തായിരുന്നു കൃപ, എന്തായിരുന്നു പ്രശ്നമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അതിന്റെ 10-ാമത്തെ വാക്യം വായിച്ചാണ്. എന്റെ ബലഹീനത എന്താണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്, വായിച്ച്. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. എന്തായിരുന്നു ബലഹീനത? കയ്യേറ്റം, കണ്ടോ, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം. അത് 11-ാം അധ്യായത്തിനകത്ത് 24 കാര്യങ്ങൾ പറയുന്നുണ്ട്. വായിക്കണ്ട, ഇങ്ങോട്ട് നോക്കി. അവിടെ ഈ പൗലോസ് കൊണ്ട ഒരടിയെങ്കിലും നിങ്ങൾ കൊണ്ടിട്ടുണ്ടോ? ഞാൻ കൊണ്ടുണ്ടോ? നിങ്ങൾ കൊണ്ടുണ്ടോ? പിന്നെ ഇവൻ എന്തോ ഈ പറയുന്നത്? ഈ പറയുന്ന ഉപദേശി എന്തോ പറഞ്ഞു പഠിപ്പിക്കുന്നത്? ഒരടി കൊണ്ടിട്ട് നീ പറ, എനിക്ക് ഇത് മാറിപ്പോകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു, ഇത് എന്റെ കൃപ മതിയെന്ന്. ഒരടിയെങ്കിലും കൊണ്ടുണ്ടോ? ഒന്ന് പറയാം 5 അടി, അല്ല 39, അല്ല അത് ഒന്ന് വായിക്കാം. അത് വായിക്കുന്നത് നല്ലതാ. 11-ാം അധ്യായത്തിലേക്ക് വന്നിട്ട് ഓക്കെ ഓക്കെ ശുശ്രൂഷക്കാരനാകാനും ശ്രമിക്കണേ. ഓക്കെ, അതിന്റെ 22-ാമത്തെ വാക്യം മുതൽ ഞാൻ വായിക്കുന്നു. 23-ാമത്തെ വാക്യം. ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരനോ ഞാൻ ബുദ്ധിപരമായി സംസാരിക്കുന്നു, അധികം സംസാരിക്കാൻ ഏറ്റവും അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി. എത്ര പ്രാവശ്യം തടവിലായി ഈ പറയുന്ന ഉപദേശി? ഹലോ, ഈ പ്രസംഗിച്ച ഉപദേശി എത്ര പ്രാവശ്യം തടവിലായി? തടവിലായെന്നുണ്ടെങ്കിൽ നാട്ടുകാരെ മുഴുവൻ അറിയിച്ച് അയ്യോ പത്തോ വിളിച്ചുകൊണ്ടിരിക്കുകയല്ലയോ? ആണോ അല്ലയോ? ആ, ഓക്കെ. പിന്നെ അനവധി അടി കൊണ്ടു. നീ എത്ര അടി കൊണ്ടു? എത്ര അടി കൊണ്ടു? ഒരടിയെങ്കിലും കൊണ്ടോ? ഞാനൊരടിയും കൊണ്ടിട്ടില്ല. ഒരു പ്രാവശ്യം എൻ്റെ അപ്പൻ്റെ വീട്ടിൽ വെച്ച് ഞാൻ ഇതായിരുന്നു പറഞ്ഞ് പോയിട്ട് എന്നെ ഒരാട് അടിച്ചായിരുന്നു, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പം അത് എത്ര പ്രാവശ്യം അടി കൊണ്ടു? പലപ്പോഴും പ്രാണഭയത്തിലായി. യഹൂദന്മാരെ ഒന്ന് കുറയെ 40 അടി 5 വട്ടം കൊണ്ടു. 3 വട്ടം കോലിനാൽ അടി കൊണ്ടു. ഒരിക്കൽ കല്ലേറേറ്റ് കൊണ്ടു. ഒരു പ്രാവശ്യം കല്ലേറുപറ്റി കൊണ്ടത് അപ്പോസ്തല പ്രവർത്തി അത് കാണാം. അന്നേരം തന്നെ അതിൻ്റെ ശിഷ്യന്മാർ കൂടെ ഇന്ന് അവനെ എടുത്തോണ്ട് പോയി അടുത്ത സിറ്റി പോയി പ്രസംഗിച്ചു. നിന്നെ കൊണ്ട് പറ്റുമോ? നീ ചെയ്യുമോ?
ഇത് മാറിപ്പോകാൻ വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. അന്നേരം പറഞ്ഞു, ഈ വേണ്ട, അത് മാറിപ്പോകത്തില്ല, നിനക്ക് കൃപ മതി. കാരണം നീ കഷ്ടം അനുഭവിക്കുന്ന എന്താണെന്ന്, കഷ്ടം എന്താണ് ഞാൻ നിന്നെ പഠിപ്പിക്കുമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ആണോ അല്ലയോ? കഴിഞ്ഞ ദിവസം ഒരുത്തൻ പറഞ്ഞു, ഈ പുള്ളിക്ക് ഇഷ്ടം ഒത്തിരി രോഗങ്ങൾ വന്നു. പുള്ളി 10 പൈസയുടെ ജോലി ചെയ്യത്തില്ല, കൈകൊണ്ട് മെയ് എറിയത്തില്ല. ഞാൻ തൂമ്പ എടുത്തോണ്ട കുഴഞ്ഞ് താഴെ വീണെന്നാ പുള്ളി പറയുന്നത്. വീട്ടിലത്തെ മുറ്റത്തെ പുകച്ച എത്താൻ വേണ്ടി തൂമ്പ എടുത്തപ്പോഴത്തെ കുഴഞ്ഞ് താഴെ വീണെന്ന് പറഞ്ഞാൽ ഞാൻ കൈകൊണ്ട് എന്ത് ചെയ്യത്തില്ല, മെയ് എറിയത്തില്ല. ഞാൻ ചോദിച്ചു, നീ ദൈവവേല എന്ത് വേണം? ഞാൻ 2 ആഴ്ച കൂടുന്നുണ്ട് പരസ്യയോഗം നടത്താൻ വേണ്ടി. ഞാൻ ചോദിച്ചു, എത്ര പ്രാവശ്യം പോകും, എത്ര മണിക്കൂർ പോകും? 4 മണിക്കൂർ പോകും. പിന്നെന്താ എത്ര പൈസ നിനക്ക് ശമ്പളം വേണ്ടിയത്? ആരാ നിനക്ക് തരേണ്ടത്? ഈ വലിയ വലിയ പ്രസംഗങ്ങളൊക്കെ പ്രസംഗിക്കും. പൗലോസിന് കിട്ടിയ കൃപയുടെ മഹാത്മ്യത്തെ കുറിച്ച് പൗലോസ് പ്രസംഗിക്കുന്നുണ്ടോ? അപ്പം കൃപയുടെ ആ ശക്തിയെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. കർത്താദാസനെ ദൈവകൃപ കാരണമാണ് ഞാൻ ഈ 72 വയസ്സായപ്പോഴും ശക്തിയോടെ പ്രവർത്തിക്കുന്നത്. ദൈവത്തിന്റെ കൃപയാണ്, ദൈവത്തിന്റെ മഹത്വമാണ്. അത് നമ്മളിൽ തന്നെ പ്രത്യക്ഷപ്പെടണം. ഇത് ദൈവകൃപയുള്ള ഒരു മനുഷ്യനാണെന്ന് നമ്മൾ വെളിപ്പെടുത്തണം. അതാണ് ദൈവകൃപ. ഓക്കെ, അപ്പം കൃപമേൽ കൃപ ലഭിച്ചു. നമുക്ക് എന്തോ ലഭിച്ചിരിക്കുന്നത്? കൃപമേൽ കൃപ. എന്നിട്ട് നമ്മൾ ആരെ പോലെ കരഞ്ഞു വിളിച്ച് ഈ കരച്ചിലോടെ കരച്ചില. നീ ദൈവമഹത്വം കാണുമോ? അതെന്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, വരുന്നേ ഉള്ളൂ. ഓക്കെ, നമുക്ക് യോഹന്നാന്റെ സുവിശേഷത്തിനകത്താണ് കർത്താവ് പറയുന്നത്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. നമുക്ക് ആ കാണാമോ ഇല്ലയോ നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലേക്ക് ഒന്ന് കടന്നു വന്നിട്ട്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം, അതിന്റെ 11-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേട്ടെ. 11-ാം വാക്യം. യേശു ഇതിന് അടയാളങ്ങളുടെ ആരവമായി ഗലീലയിലെ കനാവിൽ വെച്ച് ചെയ്തതിന്റെ മഹത്വം വെളിപ്പെടുത്തി. അവന്റെ ശിഷ്യന്മാർ യേശു ഇതിന് അടയാളങ്ങളുടെ ആരവമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്തു തന്റെ മഹത്വം വെളിപ്പെടുത്തി. അവിടെ എന്തോ പുഹ വല്ലതും വന്നായിരുന്നോ? അവിടെ വല്ല പുഹ വന്നോ? ഇല്ല. അവിടെ വല്ല തീ വന്നു പുറപ്പെട്ടോ? ഇല്ല. അവിടെ ഒന്നും വലിയ കാര്യങ്ങളോ വലുതൊന്നും കണ്ടില്ലല്ലോ. പിന്നെ എന്തായിരുന്നു അവിടെ നടന്ന? എന്തുവായിരുന്നു? ദൈവമഹത്വം. എന്താ ദൈവമഹത്വം വെളിപ്പെടുത്തി? എന്തുവായിരുന്നു? വെള്ളം വീഞ്ഞായി തീർന്നു. അപ്പം ദൈവമഹത്വം വെളിപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി നടക്കുക എന്നുള്ളതാണ്. ഈ ദൈവമഹത്വത്തിനകത്ത് എന്താണ് ഉള്ളതെന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞോ ഇല്ലെന്ന് ഞാൻ ഓർക്കുന്നില്ല, ഒരു പ്രാവശ്യം കൂടെ പറയാം. ഓക്കെ, ആദ്യം തന്നെ അറിഞ്ഞിരിക്കണം എന്താണ് വാട്ട് ഈസ് ഇൻ ദ ഗ്ലോറി. ഈ ഗ്ലോറിക്കകത്ത് 3 കമ്പോണൻസ് ഉണ്ട്. 3 കമ്പോണൻസ്. ഒന്ന് പ്രസൻസ് ഓഫ് ഗോഡ്, 2 പവർ ഓഫ് ഗോഡ്, 3 ഗുഡ്നെസ് ഓഫ് ഗോഡ്. ഇത് 3ഉം ഉണ്ട്. ഇത് 3ഉം അടങ്ങിയിരിക്കുന്നതാണ് ദൈവമഹത്വം. അവിടെ ആ ഖാനാവിൽ വെച്ച് ആരുടെ പ്രസൻസ് ഉണ്ടായിരുന്നു? യേശുവിന്റെ പ്രസൻസ് ഉണ്ട്, ദൈവ സാന്നിധ്യം ഉണ്ട്. ഉണ്ടോ ഇല്ലയോ? ഹിസ് പ്രസൻസ് ഉണ്ട്. അപ്പൊ ദൈവശക്തി അവിടെ വെളിപ്പെട്ടു. എന്തായിരുന്നു? വെള്ളം എന്തായി മാറി? വീഞ്ഞായി മാറി. പിന്നെ അവിടെ ഗുഡ്നെസ് ഓഫ് ഗോഡ്. എന്തായിരുന്നു ഗുഡ്നെസ്? അവിടെ ഒരു വലിയ നാണക്കേടിൽ നിന്നും ആ ഭവനത്തെ മുഴുവനും രക്ഷിച്ച് നന്മ പ്രവർത്തിച്ചത് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പം ദൈവ മഹത്വം വെളിപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവ സാന്നിധ്യം, ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ നന്മ, ഇത് 3ഉം കൂടെ കൂടുന്നതിനെയാണ് ദൈവ മഹത്വം അഥവാ ഗ്ലോറി ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. കർത്താവ് ആഗ്രഹിക്കുന്നു നമ്മളിൽ കൂടി ദൈവ മഹത്വം വെളിപ്പെടണമെന്ന്. അപ്പോൾ യേശുവിന്റെ മഹത്വം വെളിപ്പെടുത്തിയത് അവിടെ ശുശ്രൂഷക്കാരിൽ കൂടിയാണോ അല്ലയോ? അതെ അല്ലേ? അപ്പം അമ്മ വന്ന് പറഞ്ഞു, അത് ആദ്യം മുതൽ വായിക്കുന്നുണ്ട്. 3-ാം നാൾ
ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെ ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. ഇതിനിടയ്ക്ക് മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ഒരു ദേവദാസൻ, എന്തിനാ ദേവദാസൻ എന്ന് പറഞ്ഞ് മറയ്ക്കുക എന്ന് വേണ്ട, ആ പുള്ളി നേരിട്ട് പറഞ്ഞില്ല. കനിക്കൊടിത്തോട്ടം എന്ന് പറഞ്ഞ ദേവദാസൻ ഭയങ്കര പ്രസിദ്ധനായിട്ടുള്ള മനുഷ്യൻ, നമ്മളെ പോലൊന്നും അല്ലല്ലോ, ഒത്തിരി പാണ്ഡിത്യമുള്ള മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹമാണ് പറഞ്ഞത്, ഈ കാനാവിൽ നടന്നത് യേശുവിന്റെ ശിഷ്യനായിരുന്ന യോഹന്നാന്റെ കല്യാണമായിരുന്നു. കിടക്കുന്നു. യോഹന്നാന്റെ ഭാര്യയെ ഞാൻ കണ്ടിട്ടില്ല, യോഹന്നാന്റെ ഭാര്യ ഉണ്ടെന്ന് പോലും പറഞ്ഞിട്ടില്ല, യോഹന്നാന്റെ മക്കളും ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല. കണ്ടിട്ടുണ്ടോ? ബൈബിളിനകത്തുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ഇവരൊക്കെ പറയുന്നുണ്ട്, പിന്നെ വെള്ളം തൊടാതെ വിഴുങ്ങുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അപ്പം അതുകൊണ്ടായിരുന്നു യേശു അവിടെ പോയെന്ന്. ഇവിടെ വായിക്കണം. യേശുവിൻ്റെ അമ്മ വീഞ്ഞ് പോരായി വരികയാൽ യേശുവിൻ്റെ അമ്മ അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അതിനകത്ത് മലയാളത്തിലെ ട്രാൻസ്ലേഷൻ പ്രോബ്ലം ഉണ്ട്. എന്താണ്? ഇംഗ്ലീഷിൽ ചോദിച്ചേക്കുന്നത്, യേശു ചോദിച്ചേക്കുന്നത് ഇംഗ്ലീഷില്, വുമൺ വാട്ട് ഹാവ് ഐ ഡു വിത്ത് ദീ, മൈൻ നോട്ട് യെറ്റ് കം. ഞാനിത് ഈ വിഷയത്തിൽ എന്താ ചെയ്യേണ്ടത്? അതിനർത്ഥം ഇത്രേ ഉള്ളൂ. അന്നത്തെ അവരുടെ ഭാഷയാണ്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെന്താ ചെയ്യേണ്ടത്, അല്ല നമുക്ക് ഇതിനകത്തിന് എന്താ കാര്യം, ഇത്രയുള്ള അതിനർത്ഥം. നമ്മളൊരു കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടു, നമ്മളിവിടെ വന്നു, ഇവിടെ വീഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്, നമ്മളെന്താ ചെയ്യേണ്ടത്, ഇത്രേ ഉള്ളൂ കാര്യം. അപ്പോ യേശുവിന്റെ അമ്മ യേശുവിനോട് രണ്ടാമത് എന്തെങ്കിലും പറയുന്നത് കണ്ടോ? ഇല്ല, രണ്ടാമതൊന്നും പറയുന്നില്ല. നമ്മളാണെങ്കിലോ, മോനെ അങ്ങനെയല്ലടാ, അവർക്ക് ചെയ്തു കൊടുക്കണം, നീ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നും പറഞ്ഞിട്ട് എന്താ ചെയ്തുകൊണ്ടിരിക്കും? യേശുവിന്റെ അമ്മയുടെ സംസാരം നോക്കിക്കണം. അവനോട് പിന്നെ ഒരു അക്ഷരം പോലും എന്ത് ചെയ്തില്ല. എന്നിട്ട് ആരോടാണ് പറഞ്ഞത്? 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അവന്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിനെന്ന് പറഞ്ഞു. ഇതിന്റെ അർത്ഥം നോക്കിക്കോണം. ഇപ്പം അന്നത്തെ ശുശ്രൂഷക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ സ്ലേവ്സ്, അല്ലെ അവിടുത്തെ ജോലിക്കാരൻ. ഇപ്പൊ അവിടെ 5 പേര് ജോലിക്കാരുണ്ടെന്നിരിക്കട്ടെ. അപ്പൊ ഈ 5 പേര് വന്നിട്ട് യേശുവിന്റെ മുന്നേ വന്ന് നിൽക്കുകയാണ്. എങ്ങനെയാണ് നിൽക്കുന്നത്? തന്നെ ഇങ്ങനെ വായിക്ക് കൈ കൊടുത്ത് കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്, കുനിഞ്ഞ് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. ഇവർ ഒരക്ഷരവും പറയാതെ യേശുവിന്റെ മുന്നേ വന്ന് നിന്ന് കഴിയുന്നുണ്ട്. യേശുവിന് എന്തെങ്കിലും പറയാൻ പറ്റുമോ? എന്തെങ്കിലും പറയാതിരിക്കാൻ പറ്റുമോ? പറ്റുമോ? അരദാൻദാസൻ പറഞ്ഞു, എന്തെങ്കിലും പറയാതിരിക്കാൻ പറ്റുമോ? ഇല്ല, അതിന് മറുപടി പറയാം. എടാ, നീ എന്തിനാടാ വന്നിരിക്കുന്നതെന്ന് ചോദിക്കാൻ പറ്റുമോ? യേശു കേട്ടായിരുന്നു. ആ ശുശ്രൂഷക്കാരോട് പറഞ്ഞു, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അതുപോലെ. ഉടനെ തന്നെ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് ഇങ്ങനെ നിൽക്കുക. പണ്ട് കാലത്ത് ഈ ദാസന്മാർ വന്ന് യജമാനന്മാരടുക്കൽ നിൽക്കുന്നവർ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ യജമാനൻ എന്തെങ്കിലും കൽപ്പിച്ചേ പറ്റുള്ളൂ. പറ്റാൻ വല്ലതും പറ്റുമോ? അപ്പം ഇപ്പൊ യേശു നിർബന്ധിതനായോ ഇല്ലയോ? നിർബന്ധിതനായി. ഇതാണ് ഇതിനകത്തിലെ ഏറ്റവും വലിയ മർമ്മം. നമ്മൾ ഒരു പ്രാവശ്യം പറഞ്ഞു, 2 പ്രാവശ്യം പറഞ്ഞു, പിന്നെ കരഞ്ഞു വിളിച്ചു പറയും തോറും നമ്മൾ വീണ്ടും 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 അവിടെ ഇല്ല, അതില്ല, ഇതില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പം ആരും ഒന്നും പറയുന്നില്ല, മൗനമായിട്ട് നിൽക്കുകയാണ്. യേശുവിൻ്റെ മുൻപ് വായിക്ക് കൈയും കൊടുത്ത് കുനിഞ്ഞ് നിൽക്കുകയാണ്. അവിടെ വെച്ച് ആ വേലക്കാരോട് യേശു എന്താ പറയുന്നത് നോക്കിക്കോണം. യഹൂദന്മാരുടെ ശുദ്ധീകരണം അനുസരിച്ച് 2-3 പറ വീതം 6 കൽപ്പാത്രങ്ങളുണ്ടായിരുന്നു. യേശു അവരോട്, ഈ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറപ്പീൻ എന്ന് പറഞ്ഞു. അവർ വക്കോളം നിറച്ചു. ഇപ്പം അവർക്ക് വീഞ്ഞില്ലെന്നല്ലയോ പറഞ്ഞത്, അല്ലേ? പിന്നെ എന്തിനാ ഈ കൽപ്പാത്രത്തിൽ വെള്ളം നിറച്ചതിന്? കൽപ്പാത്രവും വീഞ്ഞുമായിട്ട് തന്നെ ബന്ധമുള്ളത്. ഈ കൽപ്പാത്രം എന്തിനുള്ളതാണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്.
യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച്, അപ്പൊ എന്തിനു വേണ്ടിയുള്ളതാ? ശുദ്ധീകരിച്ചു. കൈയും കാലും കഴുകാനുള്ളതാ കയറി വരുമ്പോ, ആണോ ഇല്ലയോ? അതെ. അപ്പൊ അതിനകത്തിൽ എന്തോ ഇല്ലായിരുന്നു? വെള്ളമില്ല. വെള്ളമില്ല. ഇവിടെ എന്തില്ലെന്ന് പറഞ്ഞ അമ്മ വന്നത്. വീഞ്ഞില്ലെന്ന്. അപ്പൊ ഈ വീട്ടില് കയറി വരുമ്പോ കാല് കഴുകാൻ പോലും എന്തോ ഇല്ല. വെള്ളമില്ല. അപ്പം നിന്റെ വീട്ടില് നിനക്ക് പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും ഇല്ലെന്ന് പറഞ്ഞ് കരയുന്നത്. പക്ഷെ എന്നുണ്ടെങ്കിൽ നിന്റെ വീട്ടിലെ സകല ഇല്ലായ്മയും തീർക്കാനാണ് ആര് വന്നേക്കുന്നത്? യേശു വന്നു. യേശു വന്നത്. അപ്പം യേശുവിന് എങ്ങനെ മനസ്സിലായി അവിടെ വെള്ളമില്ലെന്ന്? യേശു വന്ന് കയറിയപ്പോഴും യേശുവിന് കാല് കഴുകാൻ എന്തോ കൊടുത്തിട്ടില്ല. വെള്ളം കിട്ടി. യേശു ശിമോന്റെ വീട്ടിൽ ചെന്നെ പറയുന്നുണ്ട്, ഞാൻ നിന്റെ വീട്ടിൽ വന്നു, നീ എൻ്റെ കാല് കഴുകിയോ? നീ എന്നെ ചുംബിച്ചില്ല, തൈലം പൂശിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടില് എൻ്റെ വീട്ടില് ഈ അടുക്കള കഴിഞ്ഞിട്ട് അതിനോട് ഉയർന്ന ഒരു ചെറിയ മുറിയുണ്ട്. അവിടെ ഒരു അരഭിത്തിയുണ്ട്. അതിൻ്റെ മേളിൽ കിണ്ടിക്കകത്ത് വെള്ളം വെക്കും, മുന്നയ്ക്കകത്തും വെള്ളം വെക്കും. അപ്പോൾ അപ്പച്ചനും അച്ഛനും ഒക്കെ അല്ലെന്നുണ്ടെങ്കിൽ ആരെങ്കിലും വെളിയിൽ നിന്ന് പോയി വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ കിണ്ടിക്കകത്ത് വെള്ളം ഒഴിച്ച് കാല് കഴുകിയിട്ടേ അവരെന്ത് ചെയ്യത്തുള്ളൂ? അകത്തോട്ട് കയറത്തുള്ളൂ. അപ്പം അങ്ങനെ ഒരു പരിപാടി പണ്ടൊക്കെ കുറച്ച് വീടുകളിലൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ വീട്ടിലും ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു. അപ്പം യഹൂദന്മാരുടെ നിയമമാണ് ശുദ്ധീകരണം, ആണോ അല്ലയോ? അപ്പൊ ആ വെള്ളം പോലും അവിടെ ഇല്ലായിരുന്നു. കൽപാത്രങ്ങളിൽ വെള്ളം നിറച്ചു കഴിഞ്ഞതിന് ശേഷം ഇവരെന്ത് ചെയ്തു? പിന്നെ പറഞ്ഞതനുസരിച്ചതിന് ശേഷം പിന്നെ വന്ന് ഇവരെ എന്ത് ചെയ്യുക? കർത്താവിൻ്റെ അടുക്കൽ. ഞാനിങ്ങനെ അനുമാനിക്കും, അങ്ങനെയൊന്നും എഴുതിയിട്ടൊന്നുമില്ല. അവരോട് ആജ്ഞാപിച്ചത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവരെന്ത് ചെയ്യും? അടുത്ത കൽപ്പനയ്ക്ക് വേണ്ടി ആരടുക്ക ചെല്ലും? യേശുവിൻ്റെ അടുക്കൽ ചെല്ലും. അന്നേരം അവരോട് എന്തോ പറഞ്ഞത്? ഇപ്പോൾ കോരി വിരുന്നുവാഴിക്ക് കൊണ്ടു കൊടുപ്പീൻ എന്ന് പറഞ്ഞു. അവരെന്ത് ചെയ്തു? പറഞ്ഞത് അനുസരിച്ചു. അപ്പൊ ദൈവമഹത്വം വെളിപ്പെട്ടത് എപ്പോഴായിരുന്നു? അത് എവിടെ നിന്ന് വെള്ളം കോരി ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുവാഴി അറിഞ്ഞില്ല. വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്നുവാഴി രുചിച്ചു നോക്കിയാതെ മണവാളനെ വിളിച്ചു. എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ചത് എളുപ്പമായതും കൊടുക്കുമാറുണ്ട്. നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചിരുന്നുവല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തണ്ണി അടിക്കാൻ ചെല്ലുന്നവന്മാർക്ക് ആദ്യം അടിച്ചിട്ട് വീലായതിനു ശേഷം പിന്നെ എളുപ്പമായിട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം അവനെ പിന്നെ കളിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കർത്താനാഥം കള്ളു കുടിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തു. ഈ ഒത്തിരി കുടിക്കുന്നവന്മാർക്ക് ആദ്യം നല്ല സ്ട്രോങ് ആയിട്ട് അങ്ങ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അങ്ങ് മൂത്തിരിക്കുന്നുണ്ട്. പിന്നെ എന്തോ കൊണ്ട് കൊടുത്തെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? കുടിച്ചോളൂ. അപ്പം ആദ്യം നല്ലതാ കൊടുക്കുന്നത്, പിന്നീടാണ് ഈ എളുപ്പമായിട്ടുള്ളത് കൊടുക്കുന്നത്. എളുപ്പമായിട്ടുള്ള കുടിച്ചാൽ മനസ്സിലായി. പക്ഷെ നീ ഇപ്പം തന്നേക്കുന്നത് നല്ലതാണ്, ഇപ്പം സൂക്ഷിച്ചു വെച്ചേക്കുന്നത്. ഇനി പറഞ്ഞേ, ഈ ദൈവമഹത്വം വെളിപ്പെട്ടത് എപ്പോഴാണ്? എന്റെ ചോദ്യം. അപ്പോഴേ ഒന്നുകൂടെ പറഞ്ഞേ. അനുസരിച്ചപ്പോ. നമ്മുടെ കുഴപ്പം എന്തുവാ? അനുസരിക്കത്തില്ല. നമ്മൾ അതിനെ ആരെ അനുസരിപ്പിക്കാൻ നടക്കുക? ദൈവത്തെ അനുസരിപ്പിക്കാൻ നടക്കുക. കർത്താദാസൻ ഈ മനുഷ്യരുടെ പ്രാർത്ഥന വല്ല ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശ്രദ്ധിക്കണം. മനുഷ്യർ പ്രാർത്ഥിക്കുന്ന ശ്രദ്ധിക്കണം. കർത്താവേ, അവിടെ ഉള്ള കൊച്ചൻ ശരിയായിട്ട് വർക്ക് ചെയ്യുന്നില്ല കർത്താവേ, അവനെ നീ നല്ലതായിട്ട് അവനെ നേരെയാക്കണം കർത്താവേ, അവന് നല്ല മാർക്ക് കൊടുക്കണം കർത്താവേ, നീ അവനെ അങ്ങനെ ശരിയാക്കി എടുക്കണം, അവനെ രക്ഷയുടെ അനുഭവത്തിൽ കൊണ്ടുവരണം. കർത്താവിനോട് എന്തെല്ലാം ജോലി പറഞ്ഞു കൊടുക്കുമെന്നറിയാമോ? ഇന്നാളൊരു ദിവസം എന്നെ ഒരാൾ പ്രാർത്ഥിക്കാൻ വിളിച്ചു. പേഴ്സണൽ സെക്രട്ടറി. കർത്താവിന്റെ മേൽ അധികാരമുള്ളവരാണ് ഈ പെന്തക്കോസ്തുകാർ, അല്ല ഈ ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞവരെല്ലാം. അവര് ഓർഡർ കൊടുക്കും കർത്താവിനോട്, കർത്താവ് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം. എന്നോട് ഒരു സ്ത്രീ പ്രാർത്ഥിക്കാൻ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ മോള് ഇന്ന യൂണിവേഴ്സിറ്റിയിൽ അവർക്ക് ഏതോ ഒരു യൂണിവേഴ്സിറ്റിയിൽ അവർക്ക് അഡ്മിഷൻ കിട്ടണം. അത് മറ്റേ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആ പേപ്പർ വർക്കുകളൊക്കെ ഇവിടെ വരണം.
അപ്പൊ ഞാൻ പറഞ്ഞ ഞാൻ പ്രാർത്ഥിക്കട്ടെ, വെയിറ്റ് ഞാൻ പറയട്ടെ. ആ പേപ്പർ അവിടെ നിന്ന് പോയി ഇവിടെ വന്നിട്ട്, അവിടെ നിന്ന് പോയി ഇവിടെ വന്നിട്ട്, അങ്ങനെ പോയിട്ട് ഇങ്ങനെ വന്നിട്ട് അവിടെ ചെല്ലണം. ഞാൻ പറഞ്ഞു, കർത്താനാസി, എനിക്ക് അതിനെക്കുറിച്ചൊന്നും ABCD അറിയത്തില്ല. അവർക്ക് അവിടെ കിട്ടണമെന്നുള്ള കാര്യം മാത്രമേ എനിക്കറിയത്തുള്ളൂ. അത് ഞാൻ പറയാം. ഇവരെ കർത്താവിനെ പറഞ്ഞ് മനസ്സിലാക്കും. ഇവിടെ ഇരിക്കുന്ന പേപ്പർ മറ്റേ മേശ പോകണം, ആ മേശപ്പുറത്ത് പേപ്പർ എടുത്ത് എന്താണ് പിയൂണിന്റെ ജോലി ചെയ്യണം കർത്താവ്. പിന്നെ ആരുടെ ജോലി ചെയ്യണം? ഒരു സകല ജോലി കർത്താവിനെ കൊണ്ട് ചെയ്യിപ്പിക്കും. എന്നിട്ട് മഹത്വം കാണാനിരിക്കുക. കാണുമോ കർത്താവിനെ? എന്താ ദൈവമഹത്വം കാണാത്തത്? യു ആർ നോട്ട് ഒബേയിങ് ഹിം. വചനം കേൾക്കുക മാത്രം ചെയ്യാതെ അത് അനുസരിക്കുന്നവരായി ഇരിപ്പീൻ, എന്നാൽ ദൈവത്തിന്റെ മഹത്വം. അടുത്ത ചോദ്യം എന്തായിരുന്നു? അടുത്ത ചോദ്യം ഞാൻ പറയാം. നാം പറയും, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് പറഞ്ഞിട്ട് അനേകർ അവർ വിഷയത്തിന് കരച്ചിലോടെ കരച്ചിൽ. ഈ കരച്ചിൽ കൊണ്ട് എന്തേലും പ്രയോജനമുണ്ട്? വചനത്തിൽ, പുതിയ നിയമത്തിൽ പ്രത്യേകിച്ച് ഞാൻ കണ്ടെടുത്തോളം, യേശു എവിടെല്ലാം അത്ഭുതങ്ങൾ ചെയ്തെടുത്തും, യേശു മാത്രമല്ല അപ്പോസ്തലന്മാരും ചെയ്തപ്പം കരയുന്നവരെയും കുഴൽത്തുകാരെയും അങ്ങനെയുള്ളവരെ, വിശ്വാസമില്ലാത്തവരെ എല്ലാം പുറത്താക്കിയിട്ട് വിശ്വാസമുള്ളവരെ മാത്രം നിന്നിട്ട് പറഞ്ഞപ്പോഴാണ് അവിടെ അത്ഭുതം നടന്നത്. കരച്ചിലിന് മുമ്പിൽ വല്ല നടക്കുമോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ, നമുക്ക് കരഞ്ഞുകൊണ്ട് വന്ന ഒരു സ്ത്രീ ഉണ്ടല്ലോ ബൈബിളിനകത്ത്. ഉണ്ട്. നമുക്ക് അവളുടെ അടുക്കലോട്ടൊന്ന് പോകാം. കരഞ്ഞ സ്ത്രീയോട് നമുക്കൊന്ന് ചോദിക്കാം, നീ കരഞ്ഞിട്ട് വല്ല പ്രയോജനം ഉണ്ടായോ എന്ന് ചോദിക്കണ്ടായോ? ഓക്കെ. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം. നമുക്കിനി എത്ര 10 മിനിറ്റ് കൂടെ കാണുമായിരിക്കും, അല്ലയോ? അതെ. 15-ാം അധ്യായം അതിന്റെ 22ഉം 23ഉം വാക്യം പറഞ്ഞു വായിച്ചാട്ടെ. 24 വരെ, 22 മുതൽ 24 വരെ. ആ ദേശത്തൊരു കനാന്യ സ്ത്രീ വന്നു. അവനോട്, കർത്താവേ, നീ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എൻ്റെ മകൾക്ക് ഭൂതോദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. അവൻ അവളോട് ഒരു വാക്ക് ഉത്തരം പറഞ്ഞില്ല. അവന്റെ ശിഷ്യന്മാർ അടുക്ക വന്ന്, അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചുകൊണ്ട് വരുന്നു, അവളെ പറഞ്ഞയക്കണമേ എന്ന് അവനോട് അപേക്ഷിച്ചു. അതിനവൻ, ഇസ്രായേൽ ഗൃഹത്തിൽ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു. അപ്പം കരഞ്ഞോണ്ട് വന്ന സ്ത്രീയോട് യേശു എന്ത് പറഞ്ഞില്ല? മറുപടി പറഞ്ഞില്ല. റെക്കമെൻഡ് ചെയ്ത ശിഷ്യന്മാരോടും അവർക്ക് വേണ്ടി വല്ലതും ചെയ്യാമെന്ന് പറഞ്ഞോ? ഇല്ല. എന്നിട്ട് പറഞ്ഞത്, ഞാൻ ഇസ്രായേൽ മക്കളെ സഹായിക്കാനാ വന്നേക്കുന്നത്, ഇവളെ സഹായിക്കാനല്ലെന്നും പറഞ്ഞു. ഇതേ നടക്കും. അതെ. അപ്പൊ റെക്കമെൻഡേഷനും കൊണ്ട് നടക്കുമോ? ഇല്ല. ഇന്ന് നമ്മുടെ ഇടയില് ഏറ്റവും വലിയ പ്രശ്നം എന്തുവാ? അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ച നടക്കും. അവരെ കൊണ്ട് ആ വലിയ ഉപദേശം കൊണ്ട് പ്രാർത്ഥിപ്പിച്ച നടക്കും. ഇത് ശിഷ്യന്മാര് ചെറിയ ഉപദേശിമാരൊന്നും അല്ലല്ലോ, ആണോ? വലിയ ഉപദേശിമാര് തന്നെയാണ്. അവര് എന്ന് പറഞ്ഞിട്ട് യേശു എന്ത് ചെയ്തില്ല? യേശു അവളെ തിരിഞ്ഞു പോലും നോക്കിയില്ല. കരഞ്ഞോണ്ട് വന്നവളോട് ഒരക്ഷരം പോലും മറുപടി പറഞ്ഞില്ല. അപ്പൊ ഇനി നീ കരഞ്ഞോണ്ട് എന്നാ വല്ലതും നടക്കും? ഇവള് വന്ന് പറഞ്ഞതല്ല എന്തുവായിരുന്നു? അവിടെ ആവലാതിയാണോ പറഞ്ഞത്? അന്നോ അത് പറഞ്ഞ്, എൻ്റെ മകൾ ഭൂതോദ്രവം പിടിച്ച് കഠിനമായി കിടക്കുന്നു എന്ന് നിലവിളിച്ച് പറഞ്ഞു. യേശു ഒരക്ഷരം പോലും പറഞ്ഞില്ല. ഇനി 25-ാമത്തെ 26-ാമത്തെ വാക്യം വായിച്ചാണ് യേശു അവളോട് മറുപടി പറയുന്നത് എപ്പോഴാണ്? എന്നാൽ അവൾ വന്ന്, കർത്താവെ, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞു അവനെ നമസ്കരിച്ചു. അവനോ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നല്ലതല്ല എന്ന് ഉത്തരം പറഞ്ഞു. മതി, ഇനി മതി. ഇവള്
ഇതെല്ലാം കേട്ടപ്പോ എന്റെ കരച്ചിലിന്റെ മുന്നേ കർത്താവ് മിണ്ടുന്നില്ല. ശിഷ്യന്മാർ റെക്കമെൻഡേഷൻ പറഞ്ഞിട്ടും യേശു അതിന് മറുപടി പറഞ്ഞില്ല. ഇപ്പൊ അവള് യേശുവിനെ വന്നിട്ട് നമസ്കരിച്ചു എന്ന് അതിന് വർഷിപ്പ് ചെയ്തെന്ന് എഴുതിയിരിക്കും ഇംഗ്ലീഷിൽ. യേശുവിനെ വന്ന് വർഷിപ്പ് ചെയ്തിട്ട് ഹെൽപ്പ് മീ ലോഡ് എന്ന് പറഞ്ഞു. അതൊന്ന് വായിച്ചാടാ. 25 വാക്ക് ഇംഗ്ലീഷിൽ. Then came to she worshipped him. Lord help me. ഇപ്പം ഇവിടെ വെച്ച് ഒന്നും അവൾ ആവലാതി വല്ലതും പറഞ്ഞു ഇല്ല. ഒറ്റ കാര്യമേ അവൾ ചോദിച്ചുള്ളൂ, ഹെൽപ്പ് മീ. ഇങ്ങോട്ട് നോക്കി, ഹെൽപ്പ് മീ. നമുക്കെല്ലാം ആരുടെ ഹെൽപ്പ് വേണം? ദൈവത്തിന്റെ ഹെൽപ്പ് വേണം. അന്നേരം യേശു മറുപടി പറഞ്ഞെന്നറിയാമോ? മറുപടി പറയുന്നത്, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് അന്നല്ല. അതിന് ദൈവം ഇപ്പൊ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി തന്നിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്കിയേ, എന്താകാൻ? മകനും മകളും ആകുവാനുള്ള ഓപ്പർച്യൂണിറ്റി തന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അത് പിന്നെ ആയിക്കൂടെ? തീർച്ചയായിട്ടും. അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ അവകാശം തന്നപ്പോ അത് ആയിക്കൂടെ? പിന്നെ കരഞ്ഞോണ്ട് കിടക്കേണ്ട കാര്യമുണ്ടോ? അതെ. നായ്ക്കുട്ടികളെ പോലെ കരഞ്ഞോണ്ട് കിടക്കണം? നായ്ക്കുട്ടികളെ വലിയ കരഞ്ഞോണ്ട് കിടക്കുന്ന പറയേ? കരഞ്ഞോണ്ട് കിടക്കാനല്ല നീ വിളിച്ചിരിക്കുന്നത്. മകനും മകളുമായിട്ട് വാ എന്റെ അടുക്കൽ. ഹലോ, ഇപ്പൊ അവള് വേറൊരു അടവ് ഉപയോഗിച്ചു. ആ പറഞ്ഞ വാക്ക് തന്നെ യേശുവിന് തിരിച്ചു കൊടുത്തു. യേശു പറഞ്ഞ വാക്ക് തന്നെ യേശുവിന് എന്ത് തിരിച്ചു കൊടുത്തു. എന്ന് പറഞ്ഞാൽ അടിച്ച ബോളിനെ തിരിച്ചടിച്ചു. ഇതാണ് വലിയ രഹസ്യം. ഇങ്ങോട്ടൊരു ബോൾ വന്നപ്പം അവൾ അന്ന് ചെയ്തു, ഗോൾ അടിച്ചു കർത്താവിന്റെ അടുക്കലോട്ട്. ഗോൾ പോസ്റ്റ് വന്നപ്പോ കർത്താവ് പറഞ്ഞത്, നിന്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ, നിന്റെ വിശ്വാസം വലുതാന്ന് പറഞ്ഞു. ഗോൾ അടിക്കാൻ പഠിക്കണം. അവിടെയാണ് ദൈവമഹത്വം വെളിപ്പെടുന്നത്. കർത്താവ് പറഞ്ഞ വചനത്തെ തിരിച്ച് പറയാനായിട്ട് എന്ത് ചെയ്യണം? പഠിക്കണം. ഓക്കെ, ഇത്രയും പോരാ ഇന്നത്തേക്ക്. കർത്താവ് ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവമഹത്വം കാണണം, എല്ലാവരും കാണണം. ഞങ്ങളെ കേൾക്കുന്ന ഓരോ വ്യക്തികളും ദൈവമഹത്വം കാണണം, കർത്താവിനെ അനുസരിക്കാൻ, കർത്താവിൻ്റെ മകനും മകളുമായി തീരുവാൻ ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച്, യേശു പറയുന്ന ഓരോ വാക്കുകളും അനുസരിച്ചിട്ട് ദൈവമഹത്വം കാണുവാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഇടയായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവത്തിന്റെ കൃപ നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.